മസാലയുടെ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഷോ കാണാൻ ഒന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി ഇന്നിവിടെ എത്തിയിരിക്കുന്ന എല്ലാ ചേച്ചിമാരെയും ചേട്ടന്മാരെയും കുട്ടികളെയും ഒരു പ്രത്യേക വെൽക്കത്തോടു കൂടി തന്നെ ഇന്നത്തെ ഷോയിലേക്ക് സ്വാഗതം ചെയ്തു. വെൽക്കം. ഒപ്പം നമുക്ക് സ്വാഗതം ചെയ്യാം കോമഡി മസാലയുടെ ഇന്നത്തെ രണ്ട് താരങ്ങൾ നോബി ആൻഡ് ബിനു അടിമാലി. അപ്പൊ കോമഡി മസാലയിലേക്ക് ഒരിക്കൽ കൂടി ബിനിച്ചേട്ടനും നോബി ചേട്ടനും സ്വാഗതം. സോ എവിടെയായിരുന്നു ഇത്രയും നാൾ? കുറെ നാളെയല്ലേ കണ്ടിട്ട്. ഞാനിപ്പം രണ്ടാമത്തെ പ്രാവശ്യമാണ് കോമഡി മസാലയിൽ. ഒരുപാട് സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി കോമഡി മസാലയിൽ ഒരുപാട് ചിരി മുഹൂർത്തങ്ങൾ കാണാൻ ഒരവസരം തന്നതിനും അമൃത ടിവിയോടും ഇതിൻ്റെ പ്രൊഡ്യൂസറോടും പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ട് രതീഷിനോടും പ്രത്യേക നന്ദിയുണ്ട്. ഒരിക്കൽ കൂടി കോമഡി മസാലയിൽ എത്താൻ പറ്റിയത് എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. നിങ്ങളുടെ രണ്ടുപേരുടെ അനുവാദത്തോടു കൂടി തന്നെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങൾ ഇവിടെ മനോഹരമായ രണ്ട് കസേരകൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നിങ്ങൾ പോയിരിക്കുക. സോ താങ്ക് യു സോ മച്ച് ആൻഡ് പ്ലീസ്. കോമഡി മസാലയിൽ ഇനി അടുത്തതായി ഒരു അടിപൊളി സ്കിറ്റുമായി എത്തുന്നു ടീം കോമഡി മേക്കേഴ്സ്. മൊബൈൽ അടിക്കാൻ കാണാൻ പറ്റില്ല, ഒന്ന് എടുക്കാൻ പറ്റത്. പിന്നെ വിളിക്കാൻ തിരക്കാ അതുകൊണ്ടാ. നിനക്കൊരു മരണ വീടാനുള്ള ഒരു ബോധമില്ലടാ. മൊബൈൽ ഇങ്ങനെ സൈലന്റാക്കി വിടാ. മറന്നുപോയി പിടിച്ചേ. അതെ, ഈ വീട്ടില് കൊച്ചു പിള്ളേർ വല്ലോ ഉണ്ടടാ? അതെ. ഈ പിള്ളേര് ടോയ്സ് ഇങ്ങനെ ടൊരക്കണ സൗണ്ട് കേൾക്കണ്ടല്ലോ. അതാ ചേച്ചിരുന്ന് കരയണത്. എന്റെ പൊന്നു ചേച്ചി, നിങ്ങളുടെ ഭർത്താവാണ് മരിച്ചത്. ഇവിടെ ഇങ്ങനെ കോമഡി കാണിച്ച് എന്നെ ആൾക്കാരൊക്കെ ചിരിപ്പിക്കോ? എന്റെ പൊന്നോ. തർപ്പായെല്ലാം ഓക്കെ അല്ലേ? പക്ഷെ ഓർമ്മ കിട്ടിയുള്ളത് കീറിയത്. കീറിയാ വലിച്ചങ്ങ് കെട്ടിക്കോന്ന് പറഞ്ഞാൽ വേറെ റെഡിയാക്കാം കേട്ടാ. ഞാനേ എല്ലാരും ഒന്ന് വിളിച്ച് പറഞ്ഞേക്കട്ടെ. വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, ഇപ്പൊ ഈ സംഭവം മരിച്ചിട്ട് ഒന്നാമത് ഒരു 10-6 ഏക്കർ സ്ഥലത്താണ് ഈ വീടിരിക്കണത്. അതിലൊക്കെ ആരും ഇല്ല. അപ്പൊ എല്ലാരും ഒന്ന് അറിയിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞാലേ വടക്കുള്ളൂ കേട്ടാ. ബാബു ചേട്ടാ, ഞാനാണ്, ബൈജു ആണ്. നമ്മുടെ സരസൻ ചേട്ടൻ പോയിട്ടാ. ഗൾഫിൽ പോയെന്നല്ല, മരിച്ചു പോയെന്ന്. പറയട്ടെ. പിന്നെ അറിഞ്ഞില്ലേ ഇന്നലെ ആ ട്രെയിൻ അപകടം ഉണ്ടായില്ലേ? ഓടിക്കൊണ്ടിരുന്ന ട്രെയിൻ കത്തി മരിച്ചത്. ആ ട്രെയിനിൽ എല്ലാവരും രക്ഷപ്പെടുന്നു. ഈ പുള്ളിക്ക് മാത്രം ഭാഗ്യമില്ല, പുള്ളി മാത്രം മരിച്ചു. എന്ത് കഷ്ടമുള്ള ഞാൻ വീട്ടിലുണ്ടല്ലോ, ട്രെയിനിലല്ല. ട്രെയിനിന്റെ ശബ്ദോ? ഈ പെണ്ണുമ്പോൾ ഇവിടെ കിടന്ന് കൂവണേണെന്നേ. ചേച്ചി ഒന്നും മിണ്ടാതിരിക്കാമോ? ഞാൻ ഒന്ന് ഫോൺ ചെയ്തൊന്ന് അറിയിച്ചേക്കട്ടെ. പിന്നെ ബാബുചേട്ടാ, പിന്നെ വേറൊരു കാര്യം ചെയ്യണം. നമുക്കൊരു 25 കസേര, ചുമന്ന കസേര ആയിക്കട്ടെ. ഒന്ന് എടുപ്പ് വേണം, ആൾക്കാർ വരുമ്പോൾ ഒന്ന് അട്രാക്ഷൻ ആയിരിക്കണം. കാരണം നമ്മളെ ഏൽപ്പിച്ചേക്കണ അയൽവക്കക്കാരനായി നമ്മൾ വേണം ചെയ്യാനായിട്ടേ. പിന്നെ ആ നീലത്തർപ്പ വേണം നമുക്ക്. ഷാമിന പറ്റോ? ഷാമിന എന്നുള്ള സാധനം ഉണ്ടല്ലോ, ഷാമിയാന എന്താ അത് തന്നെ, ആ സാധനം അതുണ്ടോ? പിന്നെ ഇല്ലേ നമ്മുടെ ഈ മരിച്ച ആളുടെ പേര് വെച്ചിട്ട് ഒരു LED ഇങ്ങനെ ഓടിക്കാൻ പറ്റും. ഇങ്ങനെ മരിച്ച ചേട്ടന് ആദരാഞ്ജലികൾ ഇങ്ങനെ കിടന്ന് ഓടണം മൊത്തം. LED ലൈറ്റ് ഇങ്ങനെ പേര് ആദരാഞ്ജലികൾ ചെയ്യാൻ പറ്റുമല്ലേ? DJ വേണമെന്നാ ചോദിക്കട്ടെ. ചേച്ചി DJ വേണം? DJ വേണ്ട. ഇവിടെ ഉണ്ട്, DJ ഉണ്ട്. ഓക്കെ. അപ്പേ ഇന്നത് ഇവിടെ ഭയങ്കര ഒരു പട്ടിക്കാട്ടിലാണ് ഈ താമസിക്കുന്നത്. ഈ പുള്ളി മരിച്ച ആൾക്കാരെന്നെനിക്ക് ആർക്കും അറിയാനും പാടില്ല. ഇവിടെ വരുമ്പോ വിളിച്ചാൽ മതി കേട്ടാ. ഓക്കെ ശരി. പോട്ടേച്ചി അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയടാ, ഞാൻ പിന്നെ എടുത്ത് കഴിച്ചോളാം. പൊറോട്ട ഇറച്ചി. പോട്ടെ. നീ എവിടെയെങ്കിലും പോണെങ്കി പോടാ. അത് പറ്റില്ല. ചേച്ചിനെ ഇട്ട് ഞാൻ എങ്ങും പോവില്ല. മരിച്ചവര് പോയൊരു പോട്ടെ. അടങ്ങ. അത് നീ അടങ്ങ്. ഈ പെണ്ണുമ്പിള്ളക്ക് ഒരു ആങ്ങളെയുണ്ട്, അങ്ങനെ ഇതങ്ങനെ കണ്ടെന്നാ നിന്നെ ഇവിടെ അടക്കും. അയ്യോ പറഞ്ഞേക്കാം. അല്ല, ചേച്ചിനെ സമ്മാനിച്ച ആ ചേട്ടൻ പുള്ളിക്കാരനെ പൊന്നു പോലെ നോക്കിക്കൊണ്ടിരുന്നതാണത്. എനിക്കറിയാം. കരച്ചിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ശ്രീലതികകൾ തളിലലിഞ്ഞുലയവേ കിളിമകളെ. എടാ മിണ്ടാതിരിക്കും, മരണ വീട്ടിലാണ് നീ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. ഈ പുള്ളിക്കാരത്ത് അമ്മിങ്ങിട്ട് തന്നാണല്ലേ? അമ്മിങ്ങല്ല, പുള്ളിക്കാരത്ത് കരയണത് അതിന് സമാധാനിപ്പിക്കാൻ വല്ല കൊടുക്കത്. സമാധാനിക്കാനാ? ചേച്ചി നിന്നാ ചായ കുടിച്ചേ. ഇറങ്ങുന്നില്ലേ ചേച്ചി? ഞങ്ങൾ ഈ ഉച്ചക്കലത്തെ വൈകുന്നേരത്തെ ഊണ് കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിക്കോളാം.
ഇറങ്ങുന്ന ഇത് കുടിക്കേ. ചേട്ടാ ചത്ത് തലയ്ക്ക് മേളിക്കുമ്പോ എങ്ങനെ ചേട്ടാ ഇറങ്ങണത്? ഇങ്ങനെ കൊടുക്കാൻ കൊള്ളാവോ? ചത്ത് തലക്ക് മേളല്ലേ നിൽക്കണത്, അല്ലാണ്ട് ഈ പുള്ളിക്കാരത്തിന് തൊണ്ടക്കുടിയിൽ വട്ടം നിൽക്കണമെന്നല്ലേ ചായ കുടിച്ചിറങ്ങാതിരിക്കാനായിട്ട്. അവിടെ നിന്ന് വല്ലടപ്പാ അത്. ചോദിക്കട്ടെ, ചേച്ചിക്ക് തന്നെ ഇരുന്ന് കരണ്ട് സപ്പോർട്ട് ചെയ്യാൻ പോലും ആരുമില്ല. സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, പിന്നെന്താ കുഴപ്പം? പക്ഷെ ഒരാളല്ലേ അലോടുള്ളൂ. കാരണം എല്ലാരും ഇവിടെ തിങ്ങിക്കയറിയതല്ലേ ശേഷിക്ക് ശ്വാസം മുട്ടൂല. അതുകൊണ്ടിട്ടാ ഞാൻ രാവിലെ മുതൽ ഇവിടെ കിടന്ന് ഓടി പറക്കണം. നമ്മളൊക്കെ ഓടി പറക്കാണല്ലോ. ഇവിടുത്തെ സ്വന്തക്കാരും ബന്ധുക്കാരായിട്ട് ആരും ഇല്ല. സ്വന്തക്കാരും ബന്ധക്കാരും ഞാൻ പറഞ്ഞില്ല, ഒരു വകയിലൊരു ആങ്ങളുണ്ട്. പുള്ളിക്കാരനാണെങ്കിൽ ജീവിച്ചിരുന്നപ്പോ പൈസക്ക് വേണ്ടി മാത്രം ഇങ്ങോട്ട് വരും, അല്ലാതെ ഈ അയാളെ കൊണ്ട് ഒരു ഗുണമില്ല. രാവിലെ ഇങ്ങനെ ഈ സംഭവം പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ടിട്ടില്ല. ചിലവരെങ്ങനെ പൈസ എന്ന് പറഞ്ഞാൽ ആക്രാന്ത, സമൂഹം അങ്ങനെ സമൂഹം അങ്ങനെ ഭയങ്കര ആക്രാന്തമാണ്. ചേച്ചി ഒരു 100 എടുക്കാണ്ട, കർപ്പൂരം മേടിക്കാൻ വേണ്ടിട്ട്, അല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് വേണ്ടിട്ടല്ല. അല്ലേ, ഒരു കാര്യം ചെയ്യും, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തിക്കോളാം കേട്ടോ. ദേവന് 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 നീ പറഞ്ഞില്ല ആങ്ങളാന്ന് പറഞ്ഞത് ഈ സാധനം. പിന്നെ ആരും മിണ്ടാതിരിക്കുന്നത്, ഇതൊരു മരണ വീടല്ലേ, ഇവിടെ ആവി അനക്കൊന്നും ഇല്ലേ? ചാകര വന്നേന്ന് കേട്ടിട്ടുണ്ട്. ആങ്ങളെ വന്നേന്ന് ആദ്യമായിട്ടാണ് കേൾക്കണത്. കുഴപ്പമില്ല, ഞാനുണ്ട് ഇവിടെ. അതെ, ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടണ നേരം എടുത്തപ്പോ മുതല്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടാൻ നീ എന്നാ തുടലെ കെട്ടിയ പട്ടിയോ? അല്ലല്ലേ, ഞങ്ങൾ ഈ ഓരോ കാര്യത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ, നിങ്ങളൊക്കെ ഇത് എവിടെ പോയിരിക്കരുത്. ഞാൻ ഇതിനെക്കാട്ടി വലിയ അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പോയതാ. അല്ല, നമ്മുടെ അളിയനെ ട്രെയിൻ അപകടത്തിലാണല്ലോ മരിച്ചത്. ഉവ്വാ. അപ്പം ഈ റെയിൽവേ ആ, പുള്ളിക്കൊരു പാരിതോഷികം കൊടുക്കാന്ന് പറഞ്ഞായിരുന്നല്ലോ. പാരിതോഷികോ? സമ്മാനോ? അല്ല, ഈ മരിച്ചവർക്ക് കൊടുക്കുന്ന എന്തോ നഷ്ടപരിഹാരം. ആ, നഷ്ടപരിഹാരം. നഷ്ടപരിഹാരം നടത്തുന്നതിന് വേണ്ടി ഞാൻ റെയിൽവേ പോയിട്ട് വരുവാ. എത്ര രൂപ കിട്ടും? 15 ലക്ഷം. 15 ലക്ഷം രൂപ കിട്ടൂടാ. 15 ലക്ഷം രൂപയല്ല, തെറ്റിപ്പോയതാ. അതായത് 15 ലക്ഷം പേരോളം അവിടെ ക്യൂ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ പമ്മി ഇങ്ങനെ കയറി ചെന്നപ്പോ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് 30,000 രൂപയേ ഉള്ളൂ. 30,000 രൂപ റെയിൽവേ കൊടുക്കണതാ? ഞാൻ വിട്ടില്ല, ഞാനൊരു 10 കയറ്റി അങ്ങോട്ട് പറഞ്ഞു. ഇപ്പുറത്ത് 5 കയറ്റി പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ 50,000 കൊണ്ട് 1 തരം 2 തരം 3 തരം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഉറപ്പിച്ചു. ഇതന്നെ ലേലം വിളിയോ? ഒരു കാര്യം, നീ അങ്ങനെ സംശയം പറയണ്ട. എനിക്ക് സംശയമുണ്ട്, 50,000 ഒന്നും അല്ല ഇത് അവർ കൊടുക്കുന്നത്. എനിക്ക് ഭയങ്കര സംശയമുണ്ട്. ഞാൻ 20,000 രൂപ തൊട്ട് 70,000 രൂപ ഇവിടെ കൊടുക്കും. എന്തിന്? അല്ല, ഇതെല്ലാം കൂടെ കൊണ്ടുപോയി എനിക്ക് ദഹിക്കണ്ടേ? എങ്ങനെ? അല്ല, ഇത് ദഹനത്തിന്റെ കാര്യം എന്തായെന്ന് ചോദിച്ചതാ. അത് തന്നെ എനിക്കറിയേണ്ടത്. ഇപ്പൊ ദഹനത്തിന്റെ കാര്യം എന്ത് ചെയ്യും ഇപ്പൊ? ദഹനത്തിനോ? ആ, ജലൂസിന്റെ ഒരു 2 ഗുളിക മേടിച്ച് കഴിച്ചാൽ അടിപൊളിയായി ദഹനത്തിന്. ഈ ദഹനത്തിനെ ഈ ദഹനത്തിന്റെ കാര്യമല്ല പറഞ്ഞ, പിന്നെ ബോഡി കൊണ്ടുവരുമല്ലോ, അപ്പൊ ദഹിപ്പിക്കണ്ടേ? ഈ പുള്ളി ബോഡി ഒന്നും അല്ലെന്ന് ബെന്നിനായിട്ടൊന്നും നടക്കുന്നെന്ന്. ആ പുള്ളി ഒന്നും ഉപയോഗിക്കുന്നതല്ല. ഓ, ഡെഡ് ബോഡി കൊണ്ടുവരുമ്പോ ദഹിപ്പിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അയ്യോ, നീ എന്തോ ഏതാ? ഇത് ട്രെയിൻ അപകടത്തിൽ മരിച്ചതാ. ഞാൻ അവിടെ ചെന്നപ്പോ തൂത്ത് കൂട്ടിയെടുത്തപ്പോ 50 പൈസയുടെ ഒരു പ്ലാസ്റ്റിക് കൂടിൽ ഒതുങ്ങുന്ന സാധനമേ ഉള്ളൂ. ഇതുകൊണ്ട് തന്നെ ദഹിപ്പിക്കുന്നേ. അപ്പൊ മാവെന്നാ ചെയ്യണേ? മാവ് ഒരു കാര്യം ചെയ്യും, ഇച്ചിരി എടുത്ത് ദോശ ചൂട്, ബാക്കി എടുത്ത് ഫ്രിഡ്ജ് വെച്ചാൽ നമുക്ക് നാളെ എടുക്കാം. ഏത് മാവിന്റെ കാര്യം പറയണത്? ദോശമാവിന്റെ കാര്യം അതല്ല, പുള്ളിന് ദഹിപ്പിക്കാനായിട്ട് മാവ് അടക്കപ്പുറത്തെ മാവ് വെട്ടിയിട്ടുണ്ട്, അതെന്നെ ചെയ്യണമെന്ന് ചോദിച്ചത്. അയ്യോ, സഹിക്കുന്നില്ലേ? പോയൊരു പോട്ട്, സാരമില്ല, അടങ്ങ. അയ്യോ, അതല്ല, 2 ചാക്ക് കോട്ടക്കോണം മാങ്ങ ഇട്ടണ മാവാ കാലം വെട്ടി സഹിക്കുന്നില്ലേ? എന്ന് വെച്ചാൽ ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല. ഞങ്ങൾ അങ്ങോട്ട് മാവ് അങ്ങോട്ട് വെട്ടി. അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ തെക്കേപ്പുറത്തിട്ട് അങ്ങോട്ട് ദഹിപ്പിച്ചാലോ? അതൊന്നും വേണ്ട, 10 കൂടി ചീര ഉടക്കാല്ലേ ഇറക്കാം, അതിനെ വെട്ടി കളയാനാ? അത് പറ്റൂല. എവിടെ ഇട്ട് ദഹിപ്പിക്കുന്നു? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ റോഡ് സൈഡിലെ ഇച്ചിരി കരിയിലൊക്കെ അങ്ങോട്ട് കൂട്ടിയിട്ടിട്ട് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊടുത്ത് ഈ പുല്ലിനെ ഞാൻ കത്തിക്കാം. അപ്പൊ പിന്നെ പൈസ ചെലവില്ലല്ലോ. എന്തായാലും ആ പുള്ളിക്കാരന്റെ മുഖം ഒന്നും കാണാൻ പറ്റില്ല എന്ന് ഓർക്കുമ്പോഴാണ്. അത് പേടിക്കണ്ട, ഞാൻ അവരോട് ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം കാണണോ? നിനക്ക് കാണണോ? എനിക്ക് കാണണേ, എന്റെ ചേട്ടനെ എനിക്ക് കാണണേ. കാണാ. അയ്യോ, എനിക്കത് കാണണ്ട, എനിക്കത് കാണണ്ട. പിന്നെ ഇതൊന്നും കാണാൻ പറ്റത്തില്ല, കാണാ. നീ എന്തോന്ന് ഫോട്ടോടാ എന്നെ എടുത്ത് കാണിക്കണത്? അയ്യോ, എനിക്കത് കാണണ്ടേ. അയ്യോ സോറി, ഇത് ഗ്രൂപ്പിൽ വന്ന ഫോട്ടോയാ. ഇതാ 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 ഇവിടെ കിടന്ന് കിണിക്കുന്നേ. എന്നാണ് കാണിച്ചേ? കരിഞ്ഞപ്പോ ഈ പുള്ളിയുടെ മോന്ത കണ്ടോ? അല്ലെങ്കിൽ തന്നെ കറുത്ത കരികുട്ടി പോലെ ഇരിക്കണത്. ഇത് കൂടെ വന്നപ്പോഴത്തേക്ക് ഒരുമാതിരി കോലമായി പോലെ. ഇത് മരണ വീടാ. എടി, നിന്റെ ഭർത്താവ് മരിച്ച ആരെങ്കിലും കണ്ടാ എന്നാ പറയാൻ? ചിരിച്ചോണ്ട് ഞാൻ മര്യാദ കയറി. അതെ, ഒരു 5,000 രൂപ ഞങ്ങൾക്ക് ചെലവായിട്ടുണ്ട്. 5,000 കുണുവാ ചെലവായെന്ന്? എന്തിനാ? അത് നമ്മുടെ കസേര ബുക്ക് ചെയ്തിട്ടുണ്ട്, മറ്റേ സംഭവം റെഡിയാക്കിയിട്ടുണ്ട്, ഷാമിയാനൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. സ്വാമിനാഥൻ എന്തിനാ ഇവിടെ വിളിച്ചേ? സ്വാമിനാഥനല്ല, ഷാമിയാനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 4 തോരണം LED സെറ്റപ്പ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. LED സെറ്റപ്പോ? മരണ വീട്ടിലോ? എന്തിനാ?
LED ഒന്നാമത് ഈ പട്ടിക്കാട്ടിലാണ് വീട്. ഇത് ആൾക്കാർ വന്നെത്തണമെങ്കിൽ LED സെറ്റപ്പ് ഒക്കെ ഇട്ടെങ്കിൽ ലൈറ്റ് ഒക്കെ ഇട്ട് മിന്നിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ വന്ന് കയറുള്ളൂ. ലൈറ്റ് ഇട്ട് മിന്നിച്ച് ഈ വീട്ടിലോട്ട് വരുന്ന ഇവിടെ ഞാൻ പള്ളിപ്പെരുന്നാൾ നടക്കുവാണോടാ തെണ്ടി. ഞാൻ ഇതൊക്കെ ഒന്ന് എന്റെ ഐഡിയ അനുസരിച്ച് അങ്ങനെ ചെയ്തല്ലേ ഉള്ളൂ. ഞാൻ തരത്തില്ല, 5 പൈസ ഞാൻ തരത്തില്ല. ചെലവാക്കിയതാ ഞാൻ തരത്തില്ല, 5 പൈസ ഞാൻ തരത്തില്ല. 5000 രൂപ എനിക്ക് ഇങ്ങനെ കിട്ടണം. 5000 രൂപ കിട്ടിയാൽ ഇയാൾ പോകും. ഞാൻ പോവുള്ളൂ. പക്ഷെ ഇപ്പൊ എന്നെ ചെയ്യാൻ പൈസ അല്ലേ എന്റെ നല്ല ചെലവാകുന്നേ. കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. നീ ഒരു കാര്യം ചെയ്യ്, ഒരു 4800 അഡ്ജസ്റ്റ് ചെയ്യും. ഞാൻ എന്ത് പണിക്ക് പോയാലും എനിക്ക് നഷ്ടം വരുള്ളൂ. അഡ്ജസ്റ്റ് ചെയ്യും, 4800 അഡ്ജസ്റ്റ് ചെയ്യും. അത് എത്രേ ഉള്ളൂ. 200 രൂപയല്ലേ ഉള്ളൂ. ഞാനതല്ലേ പറഞ്ഞു, 4800 അഡ്ജസ്റ്റ് ചെയ്യും. 200 തന്നില്ലേ? 4800 രൂപ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇതിനകത്ത് പിടിച്ചയക്കാണ്. എനിക്ക് 5000 രൂപ തന്നെ കിട്ടണം. എടാ നീ ഒരു മരണ വീട്ടിൽ വന്ന് ഒരു പൈസ ചിലവാക്കിട്ട് ഇങ്ങനെ കണക്ക് പറയല്ലേ ബിജു. ഞാൻ പോയിട്ട് പിന്നെ വരുമോ? എനിക്ക് 5000 രൂപ കിട്ടണം. പിന്നെ ഇന്ന് ഫുള്ളുണ്ടാവോ? ഇന്ന് ഫുള്ളല്ല, ഒരു കോട്ടൺ മേടിച്ചു വൈകിട്ട് അടിക്കാൻ വേണ്ടിട്ട്. അതല്ല ഞാൻ ചോദിച്ചാ, ഇന്ന് ഫുള്ളായിട്ട് വൈകുന്നേരം വരെ ഉണ്ടാവും. എനിക്കൊന്ന് വീട് വരെ പോകണം, അതിന് വേണ്ടിട്ടാ. അതാണോ ചോദിച്ചത്? നീ വീട്ടിൽ പോകോ, വീട്ടിൽ പോയിട്ട് വന്നാ മതി. അപ്പൊ ഞാൻ വരുമ്പോ 5000 രൂപ തരണേ. ഒരു കോട്ടൺ മേടിച്ചാ പൊളിഞ്ഞു പോയി. നീ ഇങ്ങനെ കിടന്ന് ഇവിടെ കിടന്ന് കരയാതെ. കുഴപ്പമില്ല, ഞങ്ങളല്ലേ ഞാൻ. നിനക്ക് പ്രായമൊക്കെ കുറവാ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഒരു കല്യാണമൊക്കെ കഴിപ്പിച്ച് തരാം. നടക്കത്തില്ലേ, നടക്കത്തില്ലേ. ഞാനല്ലേ പറയുന്നത്, നിനക്ക് എന്നെ വിശ്വാസമില്ലേ? സാരി വാങ്ങിക്കണം, മാല വാങ്ങിക്കണം, മേക്കപ്പ് ചെയ്യണം, ഇതൊന്നും ഇന്ന് നടക്കത്തില്ലേ. ഈ ഭ്രാന്തി ഇന്ന് വൈകിട്ട് ഉണ്ടാക്കുന്ന കാര്യമല്ല പറഞ്ഞേ. ഈ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് സാവധാനം നമുക്ക് നടത്താം, കല്യാണം നടത്താം. അങ്ങപ്പുറത്തെ വീട്ടിലെ ബിനുവും നോബിയും കെട്ടാതെ നിൽക്കുക. ഒരാളെ കൊണ്ട് നിന്നെ ഞാൻ കെട്ടിപ്പിക്കാം. ഇതിലാര് കെട്ടും? ബിനു കെട്ടുവോ? നോബി 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 ബിനു ആയിരുന്നേ എന്റെ മനസ്സിൽ പിടിച്ചത്. നോബി ആണെങ്കിൽ നോബിയേ. അത് കുഴപ്പമില്ല, നീ അവിടെ കിടന്ന് മിണ്ടാതെ അരങ്ങാതിരി. അയ്യോ, എന്റെ ചേട്ടന്റെ ശബ്ദം എന്റെ ചെവിയിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. എടിയേന്ന് വിളിച്ചതിന്റെ കൂട്ടല്ലേ? എന്റെ ചെവിയിലും ചെറുതായിട്ടൊന്ന് മുഴങ്ങിയായിരുന്നു. അയ്യോ അയ്യോ, വീണ്ടും അത് മുഴങ്ങിയതല്ല, ആരാണ്ടൊന്ന് കളിപ്പിക്കുവോ നമ്മളെന്ന്. ആരാ അവിടെ ഒന്ന് കളിപ്പിക്കുന്നത്? പ്രേതായിരിക്കോ? പ്രേതോ? ഇവിടെ പ്രേതമൊന്നും വരത്തില്ല. 2018 ഇങ്ങനെ പ്രേതം. അളിയനാ പ്രേതം, അളിയൻ പ്രേതം. ഞാൻ മരിച്ചിട്ടില്ല. ഞാൻ പറയട്ടെ, നീ ഇവിടെ വന്നേ. എന്റെ പൊന്നു ചേട്ടാ, ചേട്ടനോട് ജീവിച്ചപ്പോഴേ സുരേഷുമായിട്ട് വല്ലപ്പോഴും വാട്സാപ്പിൽ ചാറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അല്ലാതെ എനിക്ക് വേറെ ഒരു ബന്ധം നോബി വേണ്ട, ബിനു വേണ്ട, എനിക്ക് ആരും വേണ്ട. പ്രേതമായിട്ട് വന്ന് പേടിപ്പിക്കാതപ്പോ. നീ എന്തൊക്കെയാ അടിയെ നിന്ന് സുരേഷ് ഗോപി കളിക്കല് ഞാൻ പറയണേ കേക്കളിയാ. സുരേഷ് ഗോപി അല്ല, പിന്നെ കുരിശേ കുരിശേ. എടാ പൊട്ട, ഇത് കുരിശല്ല, ഗുണം. ആവശ്യമുള്ള സമയത്ത് കൈകൊണ്ടൊരു ഗുണവുമില്ലല്ലോ കുരിശ. അല്ല ഞാൻ പറയണേ കേക്ക്, ഞാൻ മരിച്ചിട്ടില്ലെന്ന്. എടി ഞാൻ മരിച്ചിട്ടില്ലെന്ന്. നിങ്ങളൊക്കെ വിശ്വസിക്കും ഞാൻ മരിച്ചിട്ടില്ലെന്ന്. എനിക്കറിയാം. എന്നെ പ്ലാനി ചുണ്ണാമ്പ് തന്ന് വിളിച്ചോണ്ട് പോയിട്ട് പനെ കൊണ്ട് വലിച്ചു കീറി തിന്നാനല്ലേ. ഞാൻ മരിച്ചു. ഞുള്ളളിയ എന്തോ ഞുള്ള്. അളിയൻ വന്നപ്പോഴേ പേടിച്ച് ഞാൻ മുള്ളിയായിരുന്നു. ഞുള്ളുന്ന കാര്യമല്ല, ഞുള്ളളിയ. ഞുള്ളണോ? ഞുള്ള് ഞുള്ളി നോക്ക്. എന്താ ചെയ്യൂ? നുള്ളി നോക്കിയ ഇപ്പൊ വിശ്വാസായ? എനിക്ക് എന്നിട്ടും വിശ്വാസമായിട്ടില്ല. ഞാൻ മരിച്ചിട്ടില്ലളിയ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? കണ്ട, ഞാൻ മരിച്ചിട്ടില്ലെന്ന്. മരിച്ചിട്ടില്ല, അളിയൻ മരിച്ചാ. ആര് പറഞ്ഞു? ഞാൻ പറയാം. അളിയനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് ഞാനാണോ വിട്ടത്? വിട്ട്. ആ ട്രെയിനെ കയറ്റിയിരുത്തിട്ട് യാത്രയാക്കിയോ? ആക്കി. ആ ട്രെയിൻ പൊട്ടിത്തെറിച്ചു പോയി. ബാക്കിയുള്ളവരെല്ലാം രക്ഷപ്പെട്ടു. അളിയൻ എന്ന് പറഞ്ഞ ഒരാൾ മാത്രമേ മരിച്ചിട്ടുള്ളൂ. അപ്പൊ അളിയൻ പ്രേതമാ. അളിയൻ ഞാൻ മരിച്ചിട്ടില്ല, അത് ഞാൻ പറഞ്ഞുതരാം. എന്താ സംഭവം അറിയാം? അളിയൻ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് വിട്ടു. ഞാൻ ട്രെയിനകത്ത് കയറി ഇരുന്നു. എന്റെ അളിയാ ട്രെയിനകത്ത് കയറി ഇരുന്നപ്പോ തന്നെ ട്രെയിൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഇതിന്റെ ഒച്ചയും ബഹളം കേട്ടപ്പോ എനിക്ക് കൊണ്ട് ആദ്യം കയറി ആന്തൽ കയറി ബിപി കൂടി. എനിക്ക് പെട്ടെന്ന് രണ്ടെണ്ണം അടിക്കാതെ ഇതിനകത്ത് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ഞാൻ ഒന്നും നോക്കിയില്ല. ട്രെയിൻ അങ്ങ് മൂവ് ചെയ്യുമ്പോൾ ഞാൻ ചാടി പ്ലാറ്റ്ഫോമിലേക്ക്. അത് ശരി. വെറുതെ കിടന്ന ട്രെയിനകത്തിരിക്കുമ്പോൾ ഭയങ്കര പേടി. അടി മൂത്ത് കഴിഞ്ഞപ്പോൾ ഓടുന്ന ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നതിന് ഒരു പേടിയില്ല. കാരണം എനിക്ക് പേടി മുത്തിട്ട് രണ്ടെണ്ണം അടിക്കണമല്ലോ. ആ ചിന്ത മാത്രം എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ രണ്ടെണ്ണം അടിച്ചിട്ട് ടക്കേ നിങ്ങൾ വരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ അണ്ടടി എന്റെ പൊന്നുഷ ഏതാ കിടക്കണു. ട്രെയിൻ അങ്ങ് പോണ്. ഭാഗ്യമില്ലടി നമ്മളെ രക്ഷപ്പെട്ടത്. ഞാൻ രക്ഷപ്പെട്ടില്ലേ? നിന്റെ ഭാഗ്യമാണോ? ഒയ്യോ, ഞാൻ രക്ഷപ്പെട്ടടിയാ. ഭാഗ്യമല്ല, ഞങ്ങളുടെ ഭാഗ്യക്കേടാ. അതെങ്ങനെ പറഞ്ഞാൽ ശരിയാക്കുന്നത്? നിങ്ങൾ മരിച്ചെന്ന് പറഞ്ഞ് റെയിൽവേ ഞങ്ങൾക്ക് 50,000 രൂപ കിട്ടുമായിരുന്നു. അപ്പൊ നിങ്ങൾ മരിച്ചത് തന്നെ. അയ്യടാ, ആ 50,000 ഒന്നും ഇനി വേണ്ട. എന്റെ ഭർത്താവ് തിരിച്ചു വന്നല്ലോ, എനിക്ക് എന്റെ ഭർത്താവ് മതി. 50,000 രൂപ. നിങ്ങൾ രണ്ടുപേരും നന്നായി. ഞാൻ കൈക്കൂലി എനിക്ക് ഒരു 10,000 രൂപ കൊടുത്തായിരുന്നു. ഇവിടെ ഒരു 6,000-7,000 രൂപ ചെലവായി. അത് നിങ്ങൾ തരുമോ? ഞാൻ തരത്തില്ല. അളിയനല്ലേ ഈ വകുപ്പെല്ലാം ഉണ്ടാക്കി വെച്ച. അളിയൻ തന്നെ അങ്ങ് മുടക്ക്. ഞങ്ങളുടെ 10 പൈസ. അപ്പൊ അത് കൊടുക്കാൻ തീരുമാനിച്ചു. ഞാൻ എന്നാ ഒരു സത്യം പറയാം. എന്താ സത്യം? റെയിൽവേ 50,000 രൂപ അല്ല, 15 ലക്ഷം കിട്ടും. ആവശ്യമില്ലാത്ത സമയത്ത് മയങ്ങി വീടല്ലേ. വീടല്ലേ. ഇനി ഏറ്റവും സന്തോഷമുള്ള വേറൊരു വാർത്തയോടെ ഞാൻ പറയാം. എന്താ?
അതിനകത്ത് 10 ലക്ഷം മാത്രം മതി, 5 ലക്ഷം നിങ്ങൾ ഫ്രീ ആയിട്ട് എടുത്തു. അയ്യടാ അതൊക്കെ മനസ്സിരുത്താ മതി. 10 ലക്ഷം രൂപ ഞങ്ങൾക്ക് 5 ലക്ഷം രൂപ നിങ്ങൾ കൊടുത്തോ. എടി എന്ന് വെച്ചാൽ ഞാൻ മരിക്കണം എന്നാണ് നീ പറഞ്ഞു വരുന്നത്. ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് കേട്ടാ. ഇത് ചെറിയ കടങ്ങളൊക്കെ ഉള്ളതല്ലേ കേട്ടോ. ഒരു കാര്യം ചെയ്യ്. നീ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആരെങ്കിലും കണ്ടോ? ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ബിജുവും ബൈജുവും കണ്ടായിരുന്നു. ഓ, നശിപ്പിച്ചു. കുഴപ്പമുണ്ടോ? സാരമില്ല. ഇവനെ നമുക്ക് ഒളിപ്പിക്കണം. ഇന്നൊരു ദിവസത്തേക്കുള്ള ഒളിപ്പിച്ചിട്ട് രാത്രി ഇവനെ നമുക്ക് പാക്ക് ചെയ്യാം. പായ്ക്കണം. നമുക്ക് പാകിസ്ഥാനിൽ കയറ്റിവിട്ടാലേ. പാകിസ്ഥാനിൽ നിന്റെ അമ്മൂമ്മ ഇരിക്കുന്നു ഇപ്പൊ രാത്രി ഇവിടെ കൊണ്ടുവിടാൻ. ഒരു കാര്യം ചെയ്യ്. നീ അകത്ത് എവിടെയും പോയി ഒളിച്ചോ. ആ വരുന്നു. പോയി അകത്ത് പോയി ഒളിക്കാൻ. ചേട്ടോ ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. നിന്നും നവ്യാനാരുടെ കഥ പറഞ്ഞോണ്ടിരിക്കാതെ കഥ പറ. ഞാനേ കണ്ടുള്ളൂ. ഞാൻ വീട്ടിൽ ഇങ്ങനെ ഞാനേ ഇവിടുത്തെ ചേട്ടനെ കണ്ടു. ഇവിടെ വന്നായിരുന്നല്ലോ. ഞങ്ങളുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴും ബോട്ടിൽ ഇവിടെ വന്നെന്നാ ഞങ്ങളുടെ എപ്പോഴും ഉള്ള ഓർമ്മ. ആണോ? ഞാനും ബൈജു കൂടിയേ ആ പുഴയിരുന്ന ഒരു ഫുള്ള് മേടിച്ച് അടിക്കാൻ വേണ്ടി ഇങ്ങനെ ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഒഴിക്കാൻ വേണ്ടി പോയപ്പോ പുറയുന്ന ഒരു നോണ്ട്. എന്നിട്ട് എന്നോട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ ആരാ? നമ്മുടെ ഇവിടുത്തെ സരസൻ ചേട്ടൻ. അവിടെ നിന്ന് പറഞ്ഞാൽ മതി. സരസൻ ചേട്ടൻ എന്ന്. എന്നിട്ട് അപ്പൊ എന്നോട് പറയാ, ഞാൻ നോക്കി ഞെട്ടിപ്പോയെന്ന്. നമ്മൾ നേരിട്ട് കാണുന്ന പോലെയല്ല പ്രേതത്തിന്. ഒരു 8 അടി പൊക്കം, കയ്യും കാലും ഒക്കെ ഇത്രയോ നീളമുണ്ട്. നമ്മുടെ ഈ കാലുണ്ടല്ലോ, പുള്ളിക്കാരന്റെ കാല് നിലത്ത് മുട്ടിയിട്ടില്ല. ഏതാണ്ട് ഈ ലെവല് പൊങ്ങി നിക്കുക. ഇങ്ങനെ അത്ര ലെവല് പൊങ്ങി നിൽക്കുക. നല്ല തള്ള അല്ലയോ? നല്ല തള്ളാന്ന്. അല്ല, നല്ല വെള്ളമായിരുന്നു. നല്ല വെള്ളം. മദ്യത്തിന് വേണ്ടി ഇങ്ങനെ ആർത്തിമൂത്ത് നടക്കുക പ്രേതം. സത്യം. എന്നിട്ട് പുള്ളിക്കാരനെ ആ ഫുള്ളുണ്ടല്ലോ, ആ ഫുള്ള് അങ്ങ് പൊട്ടിച്ചു. ഫുള്ള് പൊട്ടിച്ചിട്ട് കളകളകളകളാന്നും പറഞ്ഞൊരു ഒറ്റയടി. 60 അടിച്ചിട്ട് കൊളകളാന്നടിക്കുന്നു. 60 അടിച്ചെന്നാ? 60 അടിച്ച് നീയല്ലേ പറഞ്ഞേ? ഞാൻ പറഞ്ഞോ 60 അടിച്ച് നീയാ പറഞ്ഞേ? 60 ഇങ്ങനെ ഒഴിച്ചല്ലോ. ഒഴിച്ചു കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരൻ ആ ഫുള്ള് എടുത്ത് കളകളാന്ന് പറഞ്ഞ് അടിച്ചേ. ഇവിടെ നിന്ന് പറയാം, അവിടെ അഴുക്ക് സ്ഥലമാ. വേണ്ട, ഞാൻ ചേച്ചി എടുത്തിരുന്നോളാം. അവിടെ ഇരിക്കത്തുള്ളൂ. പിന്നെ എന്നിട്ട് എന്നോട് പറഞ്ഞേ, എടാ നിനക്ക് ഞാന് പല പ്രാവശ്യമായിട്ട് 25,000 രൂപ തരാനുണ്ട്. നീ അളിയന്റെ അടുത്ത് പോയി മേടിച്ചോ. 50,000 രൂപ അവിടെ നിന്ന് ഇത് കിട്ടും. പിന്നെ മരിച്ചതിന്റെ സന്തോഷത്തിൽ ഒരു 500 രൂപ ഒരു ഫുള്ളും മേടിച്ചു. 25,000 രൂപ പുള്ളി തരാനുണ്ടോ നിനക്ക്? എനിക്ക് സങ്കടം വന്നിട്ട് പാടില്ലായിരുന്നു. എനിക്ക് സത്യം സത്യം. എടാ കാല, നിനക്ക് എപ്പോഴാണ് ഞാൻ 25,000 രൂപ തരാനുള്ളത്? എടി ഞാൻ 10 പൈസ കൊടുക്കാനല്ലേ ഈ കിടക്കണ പട്ടിക്ക്. അവൻ പറയാ ഞാൻ പൈസ കൊടുക്കാനുണ്ട്. നശിപ്പിക്കല് ഞാൻ പറഞ്ഞേക്കാം. ആര് വന്നാലും അവനാണ് മയങ്ങി വീണോണ്ടെന്ന് ആരോടും പറയത്തില്ല. ഇവിടെ കിടന്നു നീ ഒച്ച ഉണ്ടാക്കാൻ നീ ഒരു കാര്യം ചെയ്യ്, അകത്ത് കയറിപ്പോ. ഇവിടുത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ് ഞാൻ നോക്കിക്കോളാം. ഹലോ, വരുന്നു. അകത്ത് കയറി പോകാൻ പറഞ്ഞു കേട്ടില്ല. താണ്ടുമുണ്ട്. ഇതാരെ നടക്കണ വഴിക്ക്? അത് ഇവിടുത്തെ വീട്ടിലെ പുള്ളിയുടെ അനന്തരവനാ. കരഞ്ഞ് തളർന്നുറങ്ങുക. ഞാൻ ഇന്ത്യൻ റെയിൽവേ എന്ന് വരുവാണ്. ഇവിടെ ഇന്ത്യൻ റെയിൽവേയുടെ പോക്കോളിനകത്തൊന്ന് ഇറങ്ങി വരുവാ. കളിയാക്കരുത്. ഒരുപാട് ആൾക്കാർ എന്നെ പലതരത്തിൽ കളിയാക്കുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഷൈൻ ചെയ്യണം എനിക്ക്. മരണ വീട്ടിൽ വന്നാണോ ഷൈൻ ചെയ്യുന്നേ? അങ്ങനെയല്ല, മറ്റേ പേപ്പറിന്റെ അടിയിൽ മറ്റേ എന്നെ തോൽവി റെയിൽവേ ഷൈൻ ചെയ്യുവാന്ന്. അത് തന്നെ. ഇതുപോലും അറിയാൻ പേത്ത നിങ്ങൾ എങ്ങനെ റെയിൽവേ കയറിയത്? അത് അച്ഛൻ്റെ ഒറ്റ പിടി കിട്ടിയതാ. പിടിപാടുള്ളവർക്ക് ജോലി കിട്ടും റെയിൽവേയിലൊക്കെ. MLA MP അല്ലല്ല, അച്ഛൻ ഇന്ത്യൻ റെയിൽവേ ആയിരുന്നു. ഇലക്ട്രിക് ട്രെയിനിന്റെ കമ്പിയെ കയറി ഒറ്റപ്പിടി കത്തിക്കരിച്ചു പോയി. ഞാൻ ചിരിച്ച ആ ഒറ്റ പിടി കിട്ടിയതാ. അപ്പൊ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ടുണ്ട്. ഒന്ന് ഇരിക്കാനായിട്ട്. കസേര തരാം. കുഴപ്പമില്ല, ഞാൻ ഇല്ല. റെയിൽവേ ആണെങ്കിലും എനിക്ക് അങ്ങനെ വലിയ ഭാവങ്ങളൊന്നുമില്ല. മരിച്ചതാരാ? ഞാൻ സരസന്റെ ഭാര്യ. ആണോ? ഈ മരിച്ചയാളുടെ പേരെന്ന് പറയൂ. സരസൻ. ഓക്കെ. വയസ്സ് 42. 42. ഓക്കെ, 42. ആധാർ കാർഡ് വേണം പുള്ളിയുടെ. ആധാർ കാർഡ് ഇപ്പം എവിടാണ്? അതായത് നിങ്ങൾ ഇതിന്റെ കാര്യങ്ങളൊന്ന് പൂർത്തീകരിച്ചിട്ട് ഞാനൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾ അവിടെ പോയിക്കണം. നിങ്ങൾക്ക് ഗുണമുള്ള കാര്യമല്ലേ പറയണത്. അങ്ങോട്ട് പോയി, ഞാൻ കണ്ടില്ല. ഇങ്ങോട്ട് വാ. അങ്ങോട്ട് ഞാനവിടെ ശരിയാ. പറഞ്ഞോ. മനസ്സിലായില്ലേ? ഈ മരിച്ചയാളുടെ ഇൻകം കാണിക്കണം. ഓ അങ്ങനെയൊന്നുമില്ല. 100 രൂപയൊക്കെ കിട്ടും മാസം. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പിന്നെ ഭർത്താവിന് വേറെ
ചെറിയൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു അപ്പുറത്തെ സുമതിയായിട്ട് ഞാൻ കൈയോടെ പിടിച്ചു. അതല്ല, വേറെ വരുമാന മാർഗം വല്ലതും ഉണ്ടായിരുന്നോ എന്നാണ് ചോദിച്ചത്. ഇല്ല ഇതൊക്കെ ഉള്ളൂ. ഓക്കെ, ചേച്ചിയുടെ ഫോൺ നമ്പർ ഒന്ന് തരേണ്ടി വരും. 9947723339. ആ, ബോധം വന്നല്ലോ. പിന്നെ ബോധം പോയി. പിന്നെ ഈ കേന്ദ്ര സർക്കാരിന്റെ കാര്യങ്ങളായതുകൊണ്ടേ ഞങ്ങളുടെ ഓഫീസിലൊക്കെ വന്ന് വലിയ ഓഫീസർമാരെ കണ്ടത് ചേച്ചി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. വീട്ടിൽ കയറി അനാവശ്യം പറഞ്ഞാടാ നീ. അല്ല, പൈസ കിട്ടണമെങ്കിൽ മതി, പൈസ കിട്ടണമെങ്കിൽ മതി. പൈസ കിട്ടുന്ന അങ്ങനെ എന്താ ഉദ്ദേശിച്ചത്? എന്തുവാ ഈ പേപ്പറിന്റെ പുറകിലിട്ടിട്ട് ഇങ്ങനെ എന്റെ ദൈവമേ, ഈ പുള്ളി എന്താ പറയുന്നത്? അറ്റസ്റ്റ് ചെയ്യുവാന്നാ അതിന് പറയുന്നത്. അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്യാം. അപ്പൊ ഞാൻ ഈ പേപ്പർ മേളിലേക്ക് അയക്കാം. അപ്പൊ നിങ്ങൾക്ക് പൈസ കിട്ടും. ചെക്കായിട്ട് വരും. പൈസ കിട്ടുമല്ലേ? ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നാളെ രാവിലെ ഒരു 7:30 ആവുമ്പോൾ ഞങ്ങൾ വരട്ടെ പൈസ മേടിക്കാൻ. നാളെ വന്നാൽ ശരി, നാളെ ഒന്നും കിട്ടത്തില്ല. എന്നാൽ മറ്റന്നാൾ വെളുപ്പിന് ഞങ്ങൾ വരാം. ഇവിടെ ഇന്ത്യൻ റെയിൽവേയുടെ കാര്യം അറിയാൻ പാടില്ലേ. ഇന്ത്യൻ ട്രെയിൻ തന്നെ വളരെ 2-3 ദിവസം ലേറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ കുറെ കാലതാമസം എടുക്കും ഇതിന്. അപ്പൊ ഒരു 1-2 മാസം എടുക്കുമായിരിക്കും അല്ലേ? 1-2 മാസം. ഇവിടെ 10-20 കൊല്ലം കഴിയും. പിന്നെ കിട്ടിയാ കിട്ടി എന്ന് പറയാം, അല്ലാതെ ഇപ്പൊ ഞാൻ എന്നാ പറയണത്. ഇതാണിത്. 10-20 വർഷം ഞാൻ ഇവിടെ പശു നിൽക്കുന്ന മുട്ടുകാലം നിൽക്കാൻ പറ്റുമോ? ഇത് മറ്റേ ആധാർ കാർഡില് ഇയാളല്ലേ മരിച്ചെന്ന് പറഞ്ഞത്? ആ സാർ സാർ. അപ്പൊ ഇയാളൊക്കെ കൂടി ഇന്റർനെറ്റിനെ പറ്റിക്കായിരുന്നല്ലോ. ആ ഞാനല്ലേ പറ്റിച്ചത്. ഞാൻ നിൽക്കണ എന്റെ പുന്നാരളിയൻ അവനെ പറ്റി അങ്ങോട്ട് ചോദിക്കും. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഇച്ചിരി കൈക്കൂലി തന്നിട്ടുണ്ടെങ്കിൽ ഈ 15 ലക്ഷം രൂപ കിട്ടുമോ? 15 ലക്ഷം കിട്ടില്ല, 15 വർഷം കിട്ടും. എങ്ങനെ? ഇന്ത്യൻ റെയിൽവേനെ കബളിപ്പിച്ചതിന്റെ പേരിൽ 15 വർഷം കഠിന തടവ്. കേട്ടാ? അയ്യോ, പ്രേതം. ആ പാളോ എടാ പൊട്ട, ഇവിടെ ക്ലൈമാക്സ് കഴിഞ്ഞ് കഥയും കഴിഞ്ഞ് അപ്പഴാ പ്രേതം. ആരുടെ കഥ കഴിഞ്ഞു? ദേ ഇവന്റെ. ഓക്കെ, സോ എന്താണെങ്കിലും മരിച്ച വീട് ഇത്ര ഗംഭീരമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മുടെ ചേച്ചി എവിടെ? ചേച്ചി എവിടെയാണെങ്കിലും ഒരു കിടിലനായിട്ട് ഇത്രയും കരയുന്ന ഒരാള്. നമ്മുടെയൊക്കെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിമാർ ഇതുപോലെ കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അത് സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ട് ആ ഒരു ടോണും ആ ഒരു കരച്ചില് അത് കിടിലനായിരുന്നു, അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ചേച്ചിക്ക് നല്ലൊരു കൈഡി നമുക്ക് കൊടുക്കാം. ആൻഡ് ഷിഹാബ് കേട്ടാ, സൂപ്പറായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തു, നല്ല ഗംഭീരമായിട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഇനി എന്താണെങ്കിലും നമ്മുടെ താരങ്ങളോട് തന്നെ നമുക്ക് ചോദിക്കാം. സോ ബിനു ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ സ്കിറ്റ്? ഒരിക്കലും ചിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ത്രെഡ് എടുത്തിട്ട് ഇത്ര മനോഹരമായിട്ട് നിങ്ങളങ്ങ് ചിരിപ്പിച്ച് കളഞ്ഞു. അതിന് ഒരു വലിയ കൈയടി. കാരണം വെച്ചാൽ ഇങ്ങനെ ആള് മാറി, പ്രേതം ആള് മാറി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കഥകൾ ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് നമ്മുടെ ഒരു സുഹൃത്തിനുണ്ടായ ഒരു കഥയാണ്. അദ്ദേഹം മിമിക്രിക്ക് പരിപാടിക്കൊക്കെ പോയിട്ട് തിരിച്ചു പോയിട്ട് ഈ പുള്ളിയുടെ വീടിൻ്റെ ദൂരം ഇവിടെ കൊണ്ടുവന്ന് ബൈക്കിന് കൊണ്ടുവന്നാക്കും. പുള്ളി കുറച്ച് ദൂരത്താണ് താമസിക്കണം. അപ്പോൾ അവിടെ ചെന്ന് ഇവനിവിടുന്ന് ബൈക്കിൻ്റെ വെട്ടത്തിൽ റേസിങ് ചെയ്യണ വെട്ടത്തിൽ വേണം ഇവനങ്ങ് പോകാൻ. ഈ വന്നവന് പോയിട്ട് വേറെ പണിയുള്ളതുകൊണ്ട് ഇവൻ പെട്ടെന്ന് ഇവനെ കൊണ്ടുവന്നാക്കിയിട്ടൊക്കെ പോയി. ഇവനവിടെ നിന്ന് മൊത്തം ഇരുട്ടാ. ദൈവമേ, എനിക്ക് ഓടാനും പറ്റില്ല, ഒരു രക്ഷയില്ല. അവൻ അമ്മേ എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് വിളിച്ച് ഓടണേ. എവിടെയോ തട്ടി തെറിച്ച് വീണ് അകത്ത് ചെന്ന് ഇവൻ പിറ്റേ ദിവസം നേരം വെളുത്ത് പല്ല് തേച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഒരു ചേട്ടൻ അവിടെ നിന്ന് ഇവിടെ ഒരു മുറിവ്, ഇവിടെ ഒരു ചതവൊക്കെ ആയിട്ട് റോട്ടിൽ കൂടെ നടന്നതാ. ഇത് എന്നെ പറ്റി ചേട്ടാ എന്ന് വെച്ചപ്പോൾ പുള്ളി പറയാം, ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കില്ല മോനെ, ഇതിലെ തേരോട്ടം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ പോലെ ഒരു റെയിൽവേയും ഒരു മരണവീടും ആ മരണവീട്ടിലുണ്ടാകുന്ന സാമ്പത്തികത്തിന് വേണ്ടി നിൽക്കുന്ന അളിയൻ നമ്മുടെ ലൂയിസ് അളിയൻ അടിപൊളിയായിട്ട് തകർത്തഭിനയിച്ചു. അതുപോലെ അളിയനായിട്ട് വിനോദ കൊറിയന്നൂരും ഷിഹാബും പിന്നെ നമ്മുടെ കഥാനായിക ഒരു രക്ഷയില്ലാത്ത രീതിയിൽ തകർത്തു. അതായത് ഈ കോമഡി സ്കിറ്റ് അങ്ങനെയൊക്കെ ആണെങ്കിലും ആ മരണ വീട്ടിൽ എങ്ങനെയാണ് കരയണം, ചില ചേച്ചിമാരൊക്കെ എണ്ണി പെറുക്കി കരയില്ലേ, അതേപോലെ തന്നെ ആ ഫീലിലേക്ക് വരുമ്പോഴത്തേന് കോമഡിയിലേക്ക് വരണോണ്ട് അത്ര ഫീൽ ചെയ്തില്ല. പക്ഷേ ഇല്ലായിരുന്നെങ്കിൽ ഭയങ്കര ഫീലായിപ്പോന്നെ. ഭയങ്കര ഇവരെല്ലാവരും തന്നെ ഈ ചെറിയ സമയം കൊണ്ട് ചെറിയൊരു സംഭവത്തിൽ ആ മരണ വീട്ടിലെ ശവം കാണിക്കാതെ ബോഡി കാണിക്കാതെ തന്നെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. വെരി ഗുഡ്, സൂപ്പർ. നല്ല ഉഗ്രം സ്കിറ്റായിരുന്നു, അടിപൊളിയായിരുന്നു, നല്ല പക്ക ടൈമിംഗ് ആയിരുന്നു. ആരും ശകലം പോലും ലാഗ് ചെയ്തില്ല. ഉഗ്ഗനായിരുന്നു. ഇവിടെ നിന്നൊരു കൗണ്ടർ, അവിടെ നിന്നൊരു കൗണ്ടർ, എന്നിട്ട് LED ആദരാഞ്ജലികൾ ഇതിങ്ങനെ അങ്ങോട്ട് വരണവർക്കൊരു അട്രാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 6 ഏക്കറിനകത്തൊരു വീടേ ഉള്ളപ്പം ഇത് കണ്ട് 10 പേര് പറഞ്ഞു. ഉഗ്ഗനായിരുന്നു, ഗംഭീരമായിരുന്നു. നമ്മുടെ TTR-ആയിട്ട് ചെയ്ത അനീഷ് ഉഗ്ഗനായിരുന്നു, ലൂയിസും വിനോദനും ഷിഹാബും സന്ധ്യ ചേച്ചി ഉഗ്രം പെർഫോമൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു, നല്ല സ്കിറ്റായിരുന്നു. ഓൾ ദി ബെസ്റ്റ്.
നമുക്ക് എത്ര സ്റ്റാർസ് ആണ് ഇവർ തരുന്നത് നമുക്ക് നോക്കാം. സോ ഓഡിയൻസ്, എത്ര സ്റ്റാർസ്? 4 stars. 4 stars. അപ്പോൾ 4 സ്റ്റാർസ് ഒക്കെ കിട്ടി, നമ്മൾ അങ്ങ് രസിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണെങ്കിലും ഇത്രയും നേരം ഞങ്ങൾ ചിരിപ്പിച്ച സ്ഥിതിക്ക് നമ്മളിവിടെ ഒരു സമ്മാനം നൽകുകയാണ്. ഈ ഒരു സമ്മാനം നൽകുന്നതിനായി ബിനു ചേട്ടനെയും നോബി ചേട്ടനെയും ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. കോമഡി മസാലയുടെ ഈ ഒരു വേദിയിൽ അടുത്തതായിട്ട് ഒരു അത്യുഗ്രം പെർഫോമൻസിന് വേണ്ടി ഒരു സ്പെഷ്യൽ പേഴ്സൺ ആണ് വരുന്നത്. സോ നമുക്ക് എല്ലാവർക്കും നല്ലൊരു കൈഡി നൽകിക്കൊണ്ട് തന്നെ സ്വാഗതം ചെയ്യാം ആദി നാരായണൻ. നമ്മുടെ പെർഫോമൻസിലേക്ക് കടന്നാലോ? കടക്കാം. ഓക്കെ. അപ്പോൾ ന്യൂ ജനറേഷൻ താരങ്ങളുടെ സൂപ്പർ സ്റ്റാറായ ദുൽഖർ സൽമാൻ അദ്ദേഹത്തിന്റെ ഉസ്താദ് ഹോട്ടൽ എന്ന സിനിമയിലെ ശബ്ദം കേൾക്കാം. ഉസ്താദ് ഹോട്ടലിൽ കാണാത്തായിട്ട് ആരെങ്കിലും ഉണ്ടോ? പ്രത്യേകിച്ച് ഞാനൊരു DK ഫാനാണ് കേട്ടോ. അപ്പൊ സൂപ്പറായിട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഉപ്പുപ്പ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ ജാതി വർത്താനം പറയൂല. ഉപ്പുപ്പാൻ്റെ മോപത്ത് നിങ്ങളെ കച്ചവട കണിക്കിന്ന് ഇന്നൊന്ന് ഒഴിവാക്കി തരൂ ഉപ്പുപ്പ. സൂപ്പർ. ബിന്ദു പണിക്കർ ടീച്ചറുടെ ശബ്ദം. ഓക്കെ. ബിന്ദു ടീച്ചറുടെ ശബ്ദം. ഇടേ ഷോക പറയട, എന്താണ് എനിക്കൊരു കുറവ്? പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഫസ്റ്റ് ആയിരുന്നു, റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെ? അവറ്റോൾക്കൊന്നും എന്നോട് സ്നേഹില്ലാലോ. ഇനി അടുത്തത്. ഇനി നമ്മുടെ നാണിത്തള്ള രസികരാജ കോമഡി ഷോ എന്ന സൂര്യ ടിവിയിലെ പ്രോഗ്രാമിലൂടെ പവിത്ര, ഒരു മകന്റെ ധർമ്മമാണ് അവന്റെ അച്ഛന്റെ കർമ്മക്രിയകൾ ചെയ്യാന്നുള്ളത്. പക്ഷേങ്കിലും മണപ്പള്ളി മാധവനും സർവോപരി നാറിയുമായ നിന്റെ തന്തയുടെ ചിതാഭസ്മം ഒഴിക്കാൻ ഈ നാണിത്തള്ള സമ്മതിക്കൂല. അടുത്തത് നമ്മുടെ ഫീമെയിൽ അല്ല, അതിന് അടുത്തത് നമ്മുടെ ക്രോണിക് ബാച്ചലർ എന്ന സിനിമയില്ലേ, ആ സിനിമയിലെ കള്ളുകൂടിയന്റെ വേഷം ചെയ്ത അനിയപ്പൻ ചേട്ടൻ. നീ ഇന്ന് പോവാൻ സമ്മതിക്കില്ലടാ കുറുതം കെട്ടവനെ. മിരിയതക്ക് പോവില്ലടാ, ഞാൻ ഇങ്ങനെ തന്നെ പോവൂ. അടിക്കുമ്പോ മാറിക്കളയണാടാ പോർക്കെ, കുട്ടിയോട് അടിയിലിട്ടേക്കണ. വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ ശബ്ദം. കട്ടപ്പനയിലെ നമ്മുടെ ഋത്തിക് റോഷൻ. വിഷ്ണു ചേട്ടന്റെ ശബ്ദം. ഒരു കാര്യം പറഞ്ഞ ഞാനാണെങ്കിൽ ഏറ്റവും പോയിനെ. എന്നെ ദാരിദ്ര്യം പിടിച്ച പേരാ. അതിൽ ഏറ്റവും കിടലായിട്ടുള്ള ഒരു ഡയലോഗാണ്. അതെ അതെ. അടുത്തത് ആസിഫ് അലിയുടെ ശബ്ദം. ആസിഫ് അലിയാ. ന്യൂജൻസ് ഇങ്ങനെ ഇറങ്ങാണല്ലേ. അവളൊരു ഫ്രോഡാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ആസിഫ് അലി ഉമ്മറും കൂടി മിക്സ് ആയി ഒരു സംഗതി. അടിപൊളിയായിരുന്നു. ഇനി അടുത്തത്. ഞാൻ അത്രേ ഉള്ളൂ മിമിക്രി. ഇത്രയാണ്. ഓക്കെ. ഒരു ചെറിയൊരു പാട്ട്. ഞാൻ എഴുതിയൊരു പാട്ടാണ്. ഇത്തിരി ശോകമാണ്. ഇത്തിരി ശോകമാണോ? അല്ല, അത് നൈസായിട്ട് തേപ്പ് കിട്ടിയതിന്റെ ആണോ? അതിന്റെ ഒരു പാട്ടാണ്. ഓക്കെ. എന്താണെങ്കിലും ഒരു വിരഹ ഗാനമാണ്. ഞാൻ തന്നെ എഴുതുന്ന ടൂൺ നാടൻപാട്ടിന്റെ ടൂണാണ്. പാടി വന്നപ്പോ അങ്ങനെ. ഓക്കെ. എന്തിനാ പെണ്ണേ, എന്തിനാ പെണ്ണേ, അന്നൊന്നും നോക്കാത്ത നോട്ടം നീ പിന്നെന്തിനാ പെണ്ണെ നോക്കുന്നേ, അന്നൊന്നും നോക്കാത്ത നോട്ടം നീ പിന്നെന്തിനാ പെണ്ണെ നോക്കുന്നേ, അന്നൊന്നും നോക്കാത്ത നോട്ടം നീ പിന്നെന്തിനാ പെണ്ണെ നോക്കുന്നേ. കാലം കോറെ കഴിഞ്ഞു പിന്നെ കോലം കോറെ ഞാൻ കെട്ടിയിട്ടും അന്നൊന്നും നോക്കിയില്ല നീ, പിന്നിപ്പോൾ എന്തിനാ നോക്കുന്നേ, അന്നൊന്നും നോക്കാത്ത നോട്ടം നീ പിന്നിപ്പോഴെന്തിനാ നോക്കുന്നേ. വല്ല കാര്യം ഉണ്ടോ ചേച്ചി നോക്കിയിട്ട്? ഒരു കാര്യമില്ല. താങ്ക് യു. സൂപ്പർ. അപ്പൊ എന്താണെങ്കിലും ഇനിയും കുറെ ന്യൂജൻസ് ഒക്കെ ആയിട്ട് വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇനി എന്താണെങ്കിലും ആദ്യം ഇൻസ്പയർഡ് ആയിട്ടുള്ള രണ്ടുപേരാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ അവരിലേക്ക് തന്നെ നമുക്ക് അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അമ്മ ഭയങ്കര ഇഷ്ടമാണ് നോബിച്ചേട്ടന. എപ്പോഴും പറയും എൻ്റെ അമ്മയുടെ ആങ്ങളെ കാണാൻ ഏകദേശം നോബിച്ചേട്ടനൊക്കെ പോലെ. അപ്പൊ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ആങ്ങളുടെ അതേ കളിയാണെന്ന് പറയും. ആങ്ങളെ എന്താ അതുപോലെ തന്നെയാണ് മറ്റേ പ്രോഗ്രാമിൽ ഏകദേശം ആ ഒരു സംഭവമൊക്കെ തന്നെയാണ്. അപ്പൊ നോബിച്ചേട്ടാ അമ്മയുടെ ആംഗ്ലമായിട്ട് തന്നെ പറഞ്ഞോളൂ. ആദിനാരായണ നന്നായിരുന്നു. വൺ മാൻ ഷോ ഉള്ളായിരുന്നു, പാട്ട് കൊള്ളായിരുന്നു. പാട്ട് എന്തായാലും ആരെങ്കിലും ഇങ്ങനെ നോക്കാതിരുന്നിട്ടുണ്ടോ? ഇങ്ങനെ നോക്കാതിരുന്നിട്ടുണ്ടോ? എനിക്ക് എല്ലാവരോടും ഇഷ്ടമായിരുന്നു. പക്ഷെ അവർക്ക് എന്നോട് അതാണ് സംഭവം എന്ന് പറഞ്ഞാൽ. പിന്നെന്തിനാ ആദ്യം നോക്കാതിരുന്നിട്ട് പിന്നെ നോക്കിയില്ല? എനിക്ക് തോന്നുന്നു സപ്ലി എഴുതണോണ്ടായിരിക്കും.
IT യിൽ ജയിച്ചല്ലോ. IT പാസ്സായി, ഇപ്പൊ പാസ്സായി. പക്ഷെ തോറ്റെന്ന് പറയണ ഒരു കോമഡി ഉള്ളല്ലേ? അത് തോറ്റെന്ന് പറഞ്ഞാൽ അതാണ് നല്ലത്. പിന്നെ ഇനിയും ഉയരങ്ങളിലെത്തട്ടെ, എല്ലാവിധ പ്രാർത്ഥനകളും. അമ്മയെ പ്രത്യേകിച്ച് അന്വേഷിച്ചു. അച്ഛന് അച്ഛൻ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയുടെ പേര് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ സഹോദരനല്ലേ എന്നെ പോലെ? അച്ഛന്റെ പേര് പറഞ്ഞു. അച്ഛന്റെ അളിയനെന്ന് പറയണം. ഓക്കെ ഓക്കെ മേഡം. ഓക്കെ വിനു ചേട്ടാ. ആദിനാരായണൻ. സിനിമയിലൊക്കെ ലാലേട്ടനും അതുപോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള മെയിൻ നടന്മാരിടുന്ന പേരാണ് ആദിനാരായണൻ. ആരുടെ വായിന്ന് ഞാനിത് കേൾക്കണത്? ഈ ഫ്ലോറിൽ ആദിനാരായണൻ എന്നുള്ള പേരിൽ വരുന്ന ആദ്യത്തെ ആളാണ് ആദിനാരായണൻ. ആദിനാരായണൻ വന്നപ്പോൾ തന്നെ സാധാരണ ഈ ഇതുപോലെ ഷോയൊക്കെ വന്ന് പങ്കെടുത്തിട്ടുണ്ടോ? ചെറിയ സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യാറുണ്ടല്ലേ? പക്ഷേ ഒരു ഇത്രയും ക്യാമറയുടെ ഒക്കെ മുമ്പിൽ ഇത്ര കൂളായിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ വന്നങ്ങ് ചെയ്യാറുണ്ടല്ലേ? വലിയൊരു എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റുകൾ പോലും അത്ര കോൺഫിഡൻസോടെ വന്ന് സ്റ്റേജിൽ നിൽക്കില്ല. അപ്പോൾ എന്തായാലും ആദിനാരായണൻ്റെ ഉള്ളിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, നല്ല കലാകാരനുണ്ട്. ഏത് കലാകാരനും ഉള്ള ഒരു സംഭവമാണ് ഈ പേടി എന്ന് പറഞ്ഞ സാധനം. ആ സാധനം ആദിനാരായണനില്ല. അപ്പം പേടിയില്ല. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ കലാഫീൽഡിൽ വിളങ്ങും തിളങ്ങും. കാരണം നാണമാനം ഇല്ലെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പറയുകയും വേണ്ട. അപ്പോൾ ഓക്കെ, അച്ഛനെയും അമ്മേനെയും പെങ്ങളെയും എല്ലാവരും അന്വേഷിച്ചു എന്ന് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു സോ മച്ച് ആദി. താങ്ക് യു. രാമ ഇതൊക്കെ കേമായിരിക്കണു. രാമാ, നമുക്കിനിയും വഴിതെറ്റിയോ ആവോ? എന്താ തിരുമേനി പറയുന്നത്? എന്താണ്? നമുക്ക് എങ്ങനെയാ വഴിതെറ്റുന്നത്? ഗൂഗിൾ മാപ്പിലെ പെണ്ണല്ലേ വഴി പറഞ്ഞു തന്നിരിക്കുന്നത്. ഒരിക്കലും വഴിതെറ്റത്തില്ല. അത് സത്യാട്ടോ രാമ. ഈ വന്ന കാലത്ത് പുരുഷന്മാരെ വഴിതെറ്റിക്കാത്ത ഒരു പെണ്ണേ ഉള്ളൂ. അതാരാണാവോ? അതാണ് ഈ ഗൂഗിൾ മാപ്പിലെ പെണ്ണ്. അഥവാ ഇത് തന്നെ നമുക്ക് വഴി തെറ്റിയാൽ തന്നെ 65,000 രൂപയുടെ മൊബൈലല്ലേ എൻ്റെ ഇരിക്കുന്നത്. ഇതിന് ഗൂഗിൾ ഉണ്ട്, നെറ്റ് ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് വഴി നമുക്ക് വളരെ നിശ്ചയമായിരിക്കും. എത്ര രൂപയാണ് രാമ ഇതിന്? 65,000 രൂപ. ഹൈ ശിവനെ, എന്താ നാം ഈ കേൾക്കണത്? 65,000 രൂപയോ ഒരു ഫോണിന്? ഞാൻ ഒരു വട്ടം ചോദിക്കട്ടെ രാമ? ചോദിക്കുക തിരുമേനി. രാമന്റെ വീട്ടിലെ കക്കൂസിന്റെ പണി എന്തായി? പഞ്ചായത്ത് മെമ്പറെ കണ്ട ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ലോൺ ശരിയായാൽ നടക്കും. കേട്ടില്ലേ ഈ ശപ്പം പറയണത്? 65,000 രൂപയുടെ ഫോൺ ഇരിക്കുക. വീട്ടിലെ കക്കൂസ് പണിയെങ്കിൽ മെമ്പറുടെ അനുവാദം വേണത്രേ. എന്താ കഥ അല്ലേ? ഹായ് ഹായ് കണ്ടോ രാമ? ഈ ഹായ് എന്ന് പറയുന്ന വാക്ക് ആരാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്? ആരാണ്? നോമാണ്. ഹൈ ഹൈ എന്ന് പറഞ്ഞാണ് ഇപ്പോൾ അത് ഹായ് എന്ന് പരിണമിച്ചിരിക്കുന്നത്. എന്താ രാമ, രാമൻ ആരെയാണ് ഈ വിഷ് ചെയ്യുന്നത്? ഞാൻ കൈവച്ചല്ല, തിരുമേനിയുടെ മുറുക്കാഞ്ചലത്തിന്റെ ഇടയിൽ എന്റെ ചെറുവിരൽ പോയി. എന്താ ഇത്? അല്ലേ തിരുമേനി, നമസ്കാരം. നമസ്കാരം. എവിടെന്നാ പറഞ്ഞേ? നാം അങ്ങ് കരിക്കായ ഇല്ലത്തൂന്ന് വരികയാണ്. കരിക്കാശ്ശേരി ഇല്ലത്തൂന്ന്. വരിക്കാശ്ശേരി ഇല്ലൊന്നല്ലേ? അതോ വേറെ ഇല്ലം. നോമിന്റെ ഇല്ല എന്ന് പറയുന്ന കരിക്കാശ്ശേരി ഇല്ലം എന്നാണ്. വരിക്കാശ്ശേരി ഇല്ലത്തെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? വരിക്കച്ചക്ക കൊണ്ട് അവിടെ എരിശ്ശേരി ഉണ്ടാക്കും. അതുകൊണ്ടാണ് അവിടെ വരിക്കാശ്ശേരി എന്ന് വിളിക്കുന്നത്. നോമിന്റെ ഇല്ലത്ത് കരിക്കായ കൊണ്ടാണ് എരിശ്ശേരി ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് കരിക്കാശ്ശേരി ഇല്ലം എന്ന് അതിനെ അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ അറിയത്തില്ലേ? കരിക്കാശ്ശേരി ഇല്ലത്തിലെ വാമദേവൻ തിരുമേനി. രാമാ, തിരുമേനി ഇല്ലത്ത് ആരൊക്കെ ഉണ്ട് തിരുമേനിയുടെ? ഇല്ലത്ത് രാമനുണ്ണി, വിക്രമനുണ്ണി, മാധവനുണ്ണി, ഊർമിള ഉണ്ണി, ദിവ്യ ഉണ്ണി, അർജുനൻ ഉണ്ണി. അല്ല തിരുമേനി, ഞാൻ ചോദിക്കട്ടെ, എല്ലാ ഇല്ലത്തും ഏത് ഇല്ലത്തെടുത്താലും ഈ പിള്ളേരുടെ പേര് ഈ ഉണ്ണീന്ന് കൂട്ടി വിളിക്കണേ? ഇല്ലത്തെ പിള്ളേർക്ക് ഉണ്ണീന്ന് പേരിടാതെ സണ്ണി ലിയോണിന് പേരിടാൻ പറ്റുമോ? എന്താ തിരുമേനിയെ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തോണ്ടാ. തിരുമേനി പാണ്ഡിത്യത്തിൽ അഗ്രഖണ്ഡനാ. സംസ്കൃതം അരച്ച് കലക്കി കുടിച്ചിരിക്കല്ലേ തിരുമേനി? എന്താ ഈ മലയാളം അരച്ച് കലക്കി കുടിക്കാത്തത്? പറ്റില്ല. എന്താ? മലയാളത്തിൽ ചില്ലക്ഷരങ്ങളുണ്ട്. തൊണ്ടയിൽ കുടിയാൽ മൃത്യു വരിക്കും. അതുകൊണ്ടാണ് മലയാളം അരച്ച് കലക്കി കുടിക്കാത്തത്. അത് തന്നെയല്ല, എന്താ തിരുമേനി എന്തു സാവില്ല, വലിയ കലാകാരനാണ്. പിന്നെ തിരുമേനിയുടെ പറയൂ. ഞാൻ ഒരു അങ്ങോട്ട് ചോദിക്കട്ടെ, എന്റെ കദളിപ്പഴങ്ങൾ കേട്ടിട്ടുണ്ടാ? ഇല്ല ഇല്ല ഇല്ല. ഹൈ, കേട്ടില്ലേ? എന്നാ പിടിച്ചോളൂ.
കേട്ടിട്ടില്ലേ കഥളിപ്പടങ്ങൾ കേട്ടിട്ടില്ല? അപ്പൊ ഇത് കഥകളിപ്പതല്ലേ? ഞാൻ എന്താ പറഞ്ഞ നിങ്ങളോട്? കഥളിപ്പഴന്ന് അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? എന്താ രാമാ തിരുത്താത്തത്? കഥളിപ്പദമാണ്. അത് കേട്ടിട്ടുണ്ടോ? നാം കഥകളി ആശാനാണ്. ഇത് മാത്രമല്ല, തിരുമേനി പഴഞ്ചൊല്ലിലൊക്കെ അഗ്രഗണ്യനാണ്. ആണോ? പഴഞ്ചൊല്ലോ? അയ്യോ, അല്ല തിരുമേനിക്ക് ഇത്ര പഴഞ്ചൊല്ലി നല്ല നോളജ് ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് ചോദിക്കട്ടെ? ചോദിക്കുക. അങ്ങോട്ട് കയറിയിരിക്കുക തിരുമേനി. ഓക്കെ. ചോദിച്ചോളുക. പയ്യെ തിന്ന എന്തിനാ പയ്യാക്കുന്ന? കുറച്ച് സ്പീഡിൽ തിന്നുകൂടെ? സമയം പോകും പയ്യെ തിന്നാൽ. സ്പീഡിൽ തിന്നോളൂ, ഒരുപാട് കഴിക്കാൻ പറ്റുമല്ലോ. അതോടെ വെളുക്കാൻ തേച്ചാ സമയം കഴിയുമ്പോൾ അത് തൂത്ത് കളയണം, ഇല്ലെങ്കിൽ അവിടെ ഇരുന്ന് അത് വേറെ അസുഖങ്ങൾ ഉണ്ടാക്കും. തുടച്ചു കളയണം വെളുക്കാൻ തേച്ചാൽ. ഇതെല്ലാം പോട്ടെ. പോട്ടെ. കാക്ക വിളിച്ചാ പനി പിടിക്കും, പിന്നെ ചുമ പിടിക്കും, അങ്ങനെയുള്ള സാംക്രമിക രോഗങ്ങൾ ഉണ്ടാകും. സമയം തെറ്റി കുളിക്കരുത്. ഭയങ്കരമായി പാണ്ഡിത്യായി പോയിട്ടോ. ഞാൻ എന്താ ചെയ്യാ? പിതൃപുണ്യം അത്രയല്ലേ പറയണ്ടു. കുട്ടി വേളി കഴിച്ചോ? ഇല്ല. തിരുമേനി വെളി കഴിച്ചോ? ഉവ്വ, 2 എണ്ണം വരുന്ന വഴിക്ക് 2 ബേളിയും 1 ചായയും. തിരുമേനി, അത് വേളിയല്ല, ബോളിയാ. ചമ്മിയോ? എന്താ ചെയ്യുക? അല്ല തിരുമേനി, എല്ലാ തിരുമേനി എന്നാ പറഞ്ഞാട്ടോ? ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം ഒന്നുമില്ല, നാം നിങ്ങളുടെ പരിപാടിയൊക്കെ കാണണ്ട. എന്താ ഇതിന്റെ പേര്? കോമഡി മസാല. നല്ല പരിപാടി കേട്ടാ. നല്ലൊരു കൈയടി കൊടുക്കാം അവർക്ക്. നല്ല പരിപാടിയാണ്. അപ്പൊ നോമൻ ഇതൊന്ന് നേരിട്ട് കാണണം. എനിക്കും രാമനും ഇതൊന്ന് നേരിട്ട് കാണണം എന്നുള്ളൊരു ആഗ്രഹം. അങ്ങനെ വന്നാണ്. തിരുമേനി, അതെ ഒരു കുഴപ്പമുണ്ട്. ഈ ഓഡിയൻസ് ആയിട്ടാ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഓഡിയൻസിലെ എല്ലാരും ഫില്ലായി പോയല്ലോ. സീറ്റില്ല. അയ്യോ, സീറ്റില്ല. ഹൈ, എന്താ ചെയ്യാ? എവിടെ ഇരുത്തും? ഇവര് നേരത്തെ വന്നിരുന്നില്ലേ? നേരത്തെ വന്നിരുന്നു. ഉറക്കമൊന്നുമില്ല, രാവിലെ ഇങ്ങ് പോന്നു. അപ്പൊ നമ്മളിപ്പോ എവിടാന്നിരിക്കുക? അതെ, നമുക്ക് പിന്നെ കണ്ടാലോ? എന്തായാലും നോമിന് ഈ പരിപാടി കാണണം. ഒരു കാര്യം ചെയ്യാ, നിങ്ങൾ ഇത് ദിവസം കാണുന്നതല്ലേ? ഒന്ന് എഴുന്നേറ്റ് മാറുക. ഞങ്ങൾ അവിടെ നിന്ന് ഈ പരിപാടി ഒന്ന് കണ്ടിട്ട് പോയിക്കോളട്ടെ. അല്ല, അതങ്ങനെ ശരിയാവും. അത് പറ്റില്ല. അത് ശരിയാകും. നിങ്ങൾ ഇത് ദിവസം കാണുന്നതല്ലേ സുഹൃത്തുക്കളെ? അതല്ല, ഞങ്ങളോട് ചുമ്മാ വന്നിരിക്കുകയല്ലേ. പിന്നെ ഈ പ്രോഗ്രാം കണ്ടിട്ട് അതിന് അനുയോജ്യമായ രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുമല്ലേ? എന്താ കഥ? ഇതെന്താണ് ഇത്ര പാട് പറയാൻ? സൂപ്പർ, നല്ല പെർഫോമൻസ്, എല്ലാം കൊള്ളാം, അടിപൊളി. ആദ്യം മുതൽ തുടക്കം മുതൽ അവസാനം വരെ ഗംഭീരമായിരുന്നു. ഇത്രയും പറഞ്ഞാൽ പോരെ? ഇതെന്തിനാണ് തന്നെ വലിയ ആനക്കാരിയാണോ ഇത്? ഒന്ന് മാറിത്തരിക പ്ലീസ്. ഞാനും തിരുമേനി അവിടെ ഇരിക്കാം. വേറെ പ്രശ്നം, ഞങ്ങൾക്ക് അങ്ങനെ എഴുന്നേറ്റാൻ പറ്റില്ല. കാരണം അതെന്നാ തളർവാദാണോ? അതുകൊണ്ടല്ല, ഇത് വേറെ സംഭവം. ഇതിൽ എളുപ്പമുള്ള വേറെ പണി ചെയ്യുന്ന ഒരാളിരിപ്പുണ്ട്. എവിടെ? ആക്ഷൻ കട്ടെന്ന് മാത്രം അങ്ങ് പറഞ്ഞാൽ മതി. അപ്പൊ നമ്മൾ അഭിപ്രായം പറയണ്ട. അവിടെ ഇത് മാത്രം ആക്ഷൻ കട്ട് നേരെ അങ്ങ് ചെന്നിട്ട് മേളിലേക്ക് കയറി ചെല്ലുമ്പോ അവിടെ ഉണ്ടത്. അവിടെ ചെന്ന് ഇത് പറഞ്ഞാൽ മതി. ആക്ഷൻ കട്ട്. ഓക്കെ, എന്നാ ഞങ്ങൾ അങ്ങോട്ട് പോകാന്നല്ലേ രാമ? ഓക്കെ, അങ്ങോട്ട് പോകാം. തിരുമേനി വരൂ, അവിടെ ചെന്നിട്ട് ആക്ഷൻ കട്ടെന്ന് പറയാം. വാ, വരൂ. എന്താ വിളിച്ചേ? തിരുമേനിന്ന് അടിക്കും ഞാൻ. ഡയറക്ടർ ആക്ഷൻ കട്ട് പറയുന്ന ആള്. ഇനി എന്നെ തിരുമേനിന്ന് വിളിച്ചാൽ ഇല്ലത്തൊന്ന് താൻ കട്ട. തിരുമേനിയേ, നടക്കുക. ഡയറക്ടറെ നടക്കുക. എവിടെയാ സീറ്റ്? അപ്പം ഇന്നത്തെ ഈ ഒരു എപ്പിസോഡൊക്കെ നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ വീണ്ടും നിങ്ങളെ ഒന്ന് ചിരിപ്പിക്കാനായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. സോ അതുവരേക്കും ടേക്ക് കെയർ, ബൈ.